സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെ അവന്റെ ദീനിയായ ഒരു സംഗമത്തിലാണ് നാം ഉള്ളത്. ഒരു ഇൽമിന്റെ മജ്ലിസും അതോടൊപ്പം നമ്മുടെ മദ്രസയിലെ മക്കളുടെ ചില പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മഗ്‌രിബിന് മുമ്പ് ആരംഭിച്ചിരുന്നു. ഇനി ഈ സംസാരത്തിന് ശേഷവും മക്കളുടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അധികം നീട്ടി സംസാരിക്കേണ്ടതില്ല. വളരെ ചുരുങ്ങിയ ഇശാ നമസ്കാരം വരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഉദ്ദേശം. ഈ പറവൂരിൽ വരുന്ന സമയത്തൊക്കെ ഓർമ്മയാകുന്ന ഒരു കാര്യം, ഞാൻ പുളിക്കൽ നമ്മുടെ മദീനത്തുൽ ഉലൂമിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം 1995-96 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഖുതുബ നിർവഹിച്ചത്, ആദ്യത്തെ 2 ഖുതുബകൾ നിർവഹിച്ചത് ഇവിടെയാണ്. അന്നൊക്കെ ഈ പള്ളിയും അതുപോലെ ചില പള്ളികളൊക്കെ നമ്മുടെ ഖത്തീബുമാരെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന പള്ളികളിൽ ഒന്നാണ്. കോളേജിൽ നിന്ന് പരിശീലനം കൊടുക്കും. പിന്നെ അതിന്റെ പ്രായോഗിക തലമുണ്ടാകുന്ന ഇതുപോലുള്ള ചില സ്ഥലങ്ങളിലാണ്. അന്നുണ്ടായിരുന്ന ചില കാരണവന്മാരൊക്കെ മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഇന്നും ജീവിച്ചിരിപ്പുള്ള ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ 25-ാം തീയതി സിയാംകണ്ടത്ത് വെച്ച് ചെറുകാവ് മണ്ഡലം സമ്മേളനം നടക്കുകയാണ്. അപ്പൊ ഈ സമ്മേളനത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവരും കുടുംബസമേതം ഉണ്ടാകണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. വൈകുന്നേരമാണ്, ഒരു ഫുൾ ഡേ പ്രോഗ്രാം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ കുടുംബസമേതം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ ഒരു ബോധത്തോടെ അന്ന് വൈകുന്നേരം മറ്റൊരു പരിപാടി ഏൽക്കാതെ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടും തിരിയാതെ അന്ന് 25-ാം തീയതി സിയാങ്കണ്ടം നമ്മുടെ മണ്ഡലം സമ്മേളനത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പിരിഞ്ഞു പോകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അന്ന് വൈകുന്നേരം ഉച്ചകൽപ്പ കല്യാണം മറ്റൊക്കെ ഉണ്ടാവാം. വൈകുന്നേരം നമുക്കിങ്ങനെ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് വേറെ എങ്ങോട്ടും തിരിയരുത് എന്നുള്ള ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ വീട്ടിലുള്ള എല്ലാവരും അത് ഉണ്ടാക്കുകയും വേണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. സ്രഷ്ടാവാണ് ആരാധ്യൻ എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ നമ്മെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചത് അല്ലാഹയാണ്. ആ റബ്ബ് തന്ന അനുഗ്രഹത്താലാണ് ഓരോ സമയവും നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസാരമാണെങ്കിലും നമ്മുടെ കേൾക്കാനുള്ള കഴിവാണെങ്കിലും കാണാനുള്ള ശേഷിയാണെങ്കിലും ചിന്തിക്കാനുള്ള കഴിവാണെങ്കിലും എല്ലാം അല്ലാഹു തന്നതാണ്. ആ തന്നതെങ്ങാനും അവൻ തിരിച്ചെടുത്താൽ
തൽസ്ഥാനത്ത് അത് നൽകാൻ കഴിവുള്ള ആരുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നവരാണ്. അതെങ്ങാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച അവൻ തിരിച്ചെടുത്താൽ, നമ്മുടെ കേൾവി ശക്തി അവൻ തിരിച്ചെടുത്താൽ, നമ്മുടെ ഓർമ്മശക്തി അവൻ തിരിച്ചെടുത്താൽ, അത് തൽസ്ഥാനത്ത് നൽകാൻ കഴിവുള്ള ആരുമില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന നാം ശ്രദ്ധിക്കേണ്ടത്, അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുമ്പോൾ അവൻ തന്നതാണ് എന്ന ബോധത്തോടെ ആരാധന അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ നാം അതിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറിച്ചു വരുമ്പോൾ യാ അയ്യുഹന്നാസ് എന്ന ആദ്യത്തെ വിളി കാണാം. യാ സൂറത്തുൽ ബഖറയിലാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല വിളിക്കുന്നത് ലോകത്തിന്റെ സഖാവ്, വിശ്വാസികളെ എന്നല്ല വിളിക്കുന്നത്, മനുഷ്യരെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്നതിന്റെ മലയാളം നാം പറയാറുള്ളത് രക്ഷിതാവ് എന്നാണ്. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ രക്ഷിതാവ് എന്നൊക്കെയാണ് റബ്ബുക്കും എന്നുള്ളത് നമ്മൾ പറയാം. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആരാണ് റബ്ബ്, എന്താണ് റബ്ബ് എന്നതിന്റെ അർത്ഥം? രക്ഷിതാവ് നമ്മൾ പറയും. പക്ഷേ ഒരു സൃഷ്ടിക്ക് വേണ്ട കാര്യങ്ങൾ ആ വേണ്ട അതത് സമയത്ത് നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നവൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബ് എന്നതിന്റെ അർത്ഥം. ഓരോ സമയത്ത് വേണ്ടത് ആ സമയത്ത് നൽകുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് അതിന് ആ കോഴിമുട്ടയുടെ ഉള്ളിൽ അതൊരു ഏകകോശ ജീവിയായിരുന്ന ഒരു ഘട്ടം, അവിടെ നിന്ന് ഇങ്ങനെ പരിശോധിച്ചാൽ പിന്നീട് അതിന് കൃത്യമായി ചൂടും മറ്റുമൊക്കെ ലഭിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഓരോ സമയത്ത് വേണ്ടത് ആ സമയത്ത് നൽകുന്ന ആ മുട്ടയിട്ട കോഴി പോലും അറിയാതെ, നമ്മുടെ വീട്ടിലാണ് മുട്ട വിരിയുന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ ആ ചെറിയൊരു കോഴിമുട്ടക്കുള്ളിൽ അത്ഭുതകരമായ പ്രവർത്തനം ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ റബ്ബ് തീർന്നില്ല. നമ്മൾ നമ്മുടെ മാതാവിന്റെ ഉദരത്തിലായിരുന്ന ഒരു ഘട്ടം, ആ സന്ദർഭത്തിൽ അതിനെ ആ ആദ്യത്തെ ആഴ്ചയിൽ വേണ്ടത് എന്തൊക്കെയാണോ ആ സമയത്ത് നൽകിയ റബ്ബ് അടുത്ത ആഴ്ചയിൽ, അങ്ങനെ തുടങ്ങി നാം ജനിച്ചു വരുന്നത് വരെ ആ ഉമ്മയുടെ ഉദരത്തിൽ വേണ്ട സംവിധാനം നമുക്ക് നൽകിയവൻ. ആ ജന്മമെടുക്കുന്നതിന്റെ, നാം ജനിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നാം അവിടെ ഏകദേശം നമ്മുടെ വളർച്ചയെല്ലാം പൂർത്തിയായി നാം ജനിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഓക്സിജൻ വേണം. ഇന്നും നമുക്ക് ഓക്സിജൻ വേണം. ഇന്ന് നാം എടുക്കുന്നത് നാം മൂക്കിലൂടെ ശ്വസിക്കുകയാണ്. എന്നാൽ അന്ന് അങ്ങനെ നാം ശ്വസിക്കുകയല്ല, മറിച്ച് ഉമ്മാക്ക് ലഭിച്ച ആ ഓക്സിജൻ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയായിരുന്നു. ആ ജന്മമെടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ മൂക്ക് റെഡിയാണ്, നമ്മുടെ ശ്വാസനാളം റെഡിയാണ്, ശ്വാസകോശം റെഡിയാണ്, മറ്റു സിസ്റ്റം എല്ലാം റെഡിയാണ്. പക്ഷെ നാം ശ്വസിച്ചു തുടങ്ങിയിട്ടില്ല. അന്ന് തുടങ്ങാൻ പറ്റില്ല. അന്നെങ്ങാനും ശ്വസിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ശ്വസിക്കാൻ നാം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ശ്വസിക്കാതെ മൂക്ക് റെഡിയാണ്. ജനിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ സമയം എന്ന് പറഞ്ഞാൽ മൂക്ക് റെഡിയാണ്, ശ്വാസനാളം റെഡിയാണ്, ശ്വാസകോശം റെഡിയാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ ആ സിസ്റ്റം അവിടെ വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ടില്ല. അങ്ങനെ നാം ജനിച്ചു. ആ നിമിഷം മുതൽ നാം ആരംഭിച്ചു. അവിടെ ആരംഭിച്ചോളണം, അവിടെ തുടങ്ങിക്കൊള്ളണം. നാം തുടങ്ങി.
ആ തുടങ്ങിയ തുടക്കത്തിൽ നിന്നിങ്ങനെ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഏതുവരെ ഉണ്ടാവും നമുക്കറിയില്ല, പക്ഷെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഇത് അത്ഭുതമാണ്. അന്നെങ്ങാനും ഒറ്റ വലി ഒരു ശ്വാസം നാം ശ്വസിച്ചിട്ടില്ല. ശ്വസിച്ചാൽ പിന്നെ കഴിഞ്ഞു. ഇന്നോ ശ്വസിക്കാതിരുന്നാൽ കഴിഞ്ഞു, അല്ലെ? ആലോചിച്ച് നോക്കൂ, അത്ഭുതമാണ്. അല്ലാഹ് പറയാണ്, ഏ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുൻഗാമികളായ നിങ്ങളുടെ പൂർവീകരായ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, ആ റബ്ബിനെ അങ്ങനെ നിങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ദോഷബാധ ഭയന്ന് ജീവിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ തഖ്വയുള്ളവരായി തീർന്നേക്കും. എന്നിട്ട് അല്ലാഹ് പറയും, ആരാണ് ആ റബ്ബ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനത്ത് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ആ റബ്ബിനെ ആരാധിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, ന്യായമാണ്. ആരാണവൻ? ആ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി വിധാനിച്ചവനാണവൻ. ഭൂമി ഉരുണ്ടതാണ് നമുക്കറിയാം, പക്ഷേ വാസയോഗ്യമായ രൂപത്തിൽ ഒരു വിരിപ്പ് പോലെ സംവിധാനിച്ചവനാണ് അവൻ. വസ്സമാഅ ബിനാഅ, അതുപോലെ ഉപരിലോകത്തെ ആകാശത്തെ ഒരു എടുപ്പാക്കി മേൽക്കൂരയാക്കി സംവിധാനിച്ചവനാണവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആ ഉപരിലോകത്ത് നിന്ന് വെള്ളമിറക്കിയവനാണവൻ, മഴ വർഷിച്ചവനാണവൻ. ഫഅഖ്റജ ബിഹി മിനത്ത് തമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണമായി കൊണ്ട് വിവിധങ്ങളായ പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചവനാണവൻ. എങ്ങനെ? നിങ്ങൾക്ക് ഭക്ഷണമായി കൊണ്ട് വിവിധ ഇനം ഫലവർഗങ്ങൾ, പഴവർഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചവനാണ് ആ റബ്ബ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട്. അവിടെ ഒരു കർഷകൻ ചെയ്യുന്നത് എന്താണ്? പാടത്ത് വിത്തിട്ട് പോരുന്നു, അല്ലെങ്കിൽ ആ നട്ടുപോരുന്നു. ആ ചെടി നട്ടു കഴിഞ്ഞാൽ അത് വളരണം. ആര് വളർത്തിക്കൊണ്ടുവരുന്നു? വിത്തിട്ടാൽ ആ വിത്ത് മുളക്കണം. ആര് മുളപ്പിക്കുന്നു? ആര് മുളപ്പിക്കുന്നു? പാടത്തിട്ട നെല്ലിന്റെ വിത്ത് മുളക്കുന്നില്ല എങ്കിൽ ആ കർഷകൻ എന്ത് ചെയ്യും? അയാൾക്കത് മുളപ്പിക്കാൻ കഴിയുമോ? ഇല്ല. വിത്ത് മാറ്റും, അല്ലെ? വിത്ത് മാറ്റും. ആരാണ് ആ വിത്ത് മുളപ്പിക്കുന്നവൻ? അല്ലാഹയാണ്. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫാലിഖുൽ ഹബ്ബി വൻ നവാ, ധാന്യങ്ങളും വിത്തുകളുമെല്ലാം മുളപ്പിക്കുന്നവൻ എന്ന്, അല്ലേ? അന്നാ സബബനൽ മാഅ സബ്ബാ ثم شققنا الارض شقا, അല്ലാഹ് പറയുന്നുണ്ട്, നാം ഇങ്ങനെ ഉപരിലോകത്ത് മേൽഭാഗത്ത് മഴ വർഷിച്ചു, വെള്ളമിറക്കി. എന്നിട്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു പയറിന്റെ വിത്ത് അത് മണ്ണിലിട്ട് അതിങ്ങനെ മുളച്ചു വരുമ്പോ, അതിന്റെ മുള ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ ആ മുള പൊട്ടിപ്പോകുന്നില്ല, അടുത്തുള്ള കല്ലിലോ മണ്ണിലോ തട്ടിയിട്ട്. ഒരു കല്ലെടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡ് കൂടെ പോരും. അത്ഭുതമാണ്. ചെറിയ ഒരു ഉറപ്പില്ലാത്ത മുള, അതിങ്ങനെ തട്ടിയാൽ പൊട്ടാൻ മാത്രമുള്ള മുള, അതിങ്ങനെ വരികയാണ്. ഭൂമിയെ നാം ഇങ്ങനെ പിളർത്തി കൊടുത്തു, അങ്ങനെ കയറി വന്നു. അള്ളാഹുവാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഇനി നോക്കൂ, ഇത് അല്ലാഹു തആല പറഞ്ഞിട്ട് പറയുന്നത്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ അല്ലാഹുവിന് സമന്മാരെ തുല്യരെ ഉണ്ടാക്കരുത്, പങ്കു ചേർക്കരുത് എന്നാണ്. അവനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. ഇനി സൂറത്തു ആല ഇംറാൻ ഏകദേശം അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم
ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എന്താണ് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് കുറെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവും പകലുമൊക്കെ മാറി മാറി വരുന്നതിൽ അത്ഭുതമാണ്. ഓരോന്നും അത്ഭുതമാണ്. രാവിലെ ഇത്ര സമയത്ത് നമ്മുടെ പ്രദേശത്ത് സൂര്യൻ ഉദിക്കുക എന്ന പ്രതിഭാസം അനുഭവപ്പെടും. ഇത്ര സമയത്ത് സൂര്യൻ ഇന്ന് അസ്തമിക്കും എന്ന ആ അസ്തമയം എന്ന പ്രതിഭാസം അനുഭവപ്പെടും എന്ന് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗതയും ദിശയും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രം കണക്ക് രേഖപ്പെടുത്തി. ശാസ്ത്രത്തിന് ഒരു റോളും ആ ഉദയാസ്തമയങ്ങളിൽ ഇല്ല. ആ ഭൂമിയുടെ കറക്കത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉദയാസ്തമയങ്ങൾ അനുഭവപ്പെടുന്നത്. ആ കറക്കത്തിൽ ശാസ്ത്രത്തിന് ഒരു റോളുമില്ല, ഒരു പങ്കുമില്ല. അവരതിന്റെ സ്പീഡ് മനസ്സിലാക്കിയിട്ട് ഇന്ന സമയത്തായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ ശാസ്ത്ര സംവിധാനം, ഈ വേഗത മനസ്സിലാക്കുന്നതിന് മുമ്പേ ഈ സംവിധാനം ഇവിടെയുണ്ട്. അങ്ങനെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഏറെ ദൃഷ്ടാന്തമുണ്ട്. ഒന്ന് കണ്ണു തുറന്നാൽ, നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങിയാൽ അത്ഭുതങ്ങൾ എത്രയാണ്. നാം ഉറങ്ങാറുണ്ടല്ലോ. ഉറക്കമെന്ന അത്ഭുതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നാം? ഉറക്കം അത്ഭുതമാണ്. ആലോചിച്ച് നോക്കൂ. നാം ഉറങ്ങാറുണ്ട്, ഡെയിലി ഉറങ്ങാറുണ്ട്. ആ ഉറക്കം അത്ഭുതമാണ്. സൂറത്തുർ റൂമിൽ അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്, ഉറക്കത്തിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. നാം ഒരു രാത്രി ക്ഷീണത്തോടെ കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല സുഖമായി ഉറക്കി കിട്ടി എഴുന്നേൽക്കുമ്പോ ഒരു ഉന്മേഷമുണ്ട്. ഇനി നമ്മൾ പകൽ സമയത്ത് തന്നെ വല്ലാതെ ടയേർഡായി ക്ഷീണിച്ചു പോയി, ഒന്ന് അല്പനേരം ഒരു 15-20 മിനിറ്റ് ഉറങ്ങി എണീറ്റാൽ ഒന്ന് ഉഷാറായി. അല്ലേ? നമ്മുടെ അനുഭവമാണിത്. ഇനി ഇവിടെ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, ആ ഉറക്കത്തോടെ എല്ലാം മറന്നു പോകുന്നില്ലല്ലോ. കൃത്യമാണ് ഓർമ്മ, കൃത്യമാണ് ആ മെമ്മറി സംവിധാനം, ഓർമ്മ വെക്കാനുള്ള സംവിധാനം. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ അത്ഭുതമാണ്. നമ്മിൽ തന്നെ, നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ അല്ലാഹു സംവിധാനിച്ച അത്ഭുതങ്ങൾ. മുറിവുണ്ടാവാറുണ്ട് പലപ്പോഴും നമുക്ക്, അല്ലേ? ആ മുറിവ്, അത് മാറാനുള്ള, മുറിവ് ഉണങ്ങാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ കാര്യമായ ഷുഗർ പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യമായ സംഗതി ഇല്ലാത്ത നോർമൽ അവസ്ഥ എടുത്തു നോക്കിയാൽ അവിടെ ഒരു മുറിവ് സംഭവിച്ചാൽ ആ മുറിവ് ഒരു 3-4 ഒക്കെ ദിവസമാകുമ്പോഴേക്കും ഉണങ്ങി വരികയാണ്, മുറിങ്ങനെ കൂടി വരികയാണ്. ആ സിസ്റ്റം ആരേർപ്പെടുത്തി? ആ സിസ്റ്റം നമ്മിൽ നമ്മുടെ മാതാപിതാക്കൾ ഏർപ്പെടുത്തിയതാണോ? നമ്മുടെ മക്കളിൽ നമ്മൾ ഏർപ്പെടുത്തിയതാണോ? നമ്മുടെ കുടുംബക്കാർ ഏർപ്പെടുത്തിയതാണോ? നമ്മുടെ ഡോക്ടേഴ്സ് ഏർപ്പെടുത്തിയതാണോ? അല്ല, ലോകത്തിന്റെ സെട്ടാവ്, നമ്മുടെ സെട്ടാവ് ഏർപ്പെടുത്തിയതാണ്. എല്ല് പൊട്ടാറുണ്ട് ചിലപ്പോ, അല്ലെ? ആ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പഴയ കാലത്ത് വൈദ്യന്മാരിങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയും ആ പൊട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഓരെന്താ ചെയ്യാ? ഓരിങ്ങനെ ഗസ് അടിച്ചിട്ട് ഓരോ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിൽ എല്ലാം റെഡിയാക്കി വെക്കും. എന്നിട്ട് സ്കെയിൽ പോലെ വെച്ച് കെട്ടിയിട്ട് തെറ്റി പോകാൻ വേണ്ടി കെട്ടി ടൈറ്റ് ആക്കിയാണ് വെക്കും. കുറച്ചു കാലം റെസ്റ്റ് എടുക്കണം. ഇന്ന് ഡോക്ടേഴ്സ് ചെയ്യാ, പൊട്ടിയൊല്ലിന്റെ സംശയമാണ്, എക്സ്റേ എടുക്കുന്നു, പൊട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അത് നോക്കിയിട്ട് അത് പ്രകാരം എന്ത് ചെയ്യുന്നു? ആ എല്ല് പൊട്ടിയ ഭാഗം നേരാക്കി വെക്കുന്നു. ഇനി സർജറി ഒക്കെ വേണ്ട കേസാണ്, സർജറി ചെയ്ത് എല്ല് നേരാക്കുന്നു. ഇനിയോ ഇത് നേരെ വെച്ചു കൊടുത്തു. ഇനി എന്താണ് അടുത്തത്? ഇത് നടത്തിക്കോളും. ഇവിടെ ആ എല്ല് 2 ഭാഗം ഇങ്ങനെ നമ്മൾ പൊട്ടിയ ഭാഗം വെച്ചു കൊടുത്തു. ഇനി ഇത് വെച്ചിട്ട് തെറ്റിപ്പോവാക്കാൻ സ്റ്റീലോ മറ്റൊക്കെ വെച്ചിട്ട് ടൈറ്റ്, ഏതാണോ കേസ് എന്താണോ അനുസരിച്ച് അത് കെട്ടി റെഡിയാക്കി വെക്കും. പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കും. ഇത് നേരെ വെച്ചു കൊടുക്കുക എന്നുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ നടക്കേണ്ടത്? ഇത് 2 ഭാഗത്ത് പൂത്തിറങ്ങി ജോയിന്റ് ആണ്, വെൽഡിംഗ് മാരുണ്ടല്ലോ, ജോയിന്റ് ആളാണ്. ഇതാര് സംവിധാനിച്ചു?
ഡോക്ടേഴ്സ് അല്ല. ഓരോന്ന് സ്പീഡാകാനോ മറ്റൊക്കെ കാൽസ്യത്തിന് ഗുളിക കൊടുക്കും, ഇത്രേ ചെയ്യുന്നുള്ളൂ. കാൽസ്യം കൊടുക്കും. ഈ സംവിധാനം നമ്മുടെ ശരീരത്തിൽ നടക്കുകയാണ്. ആര് വെച്ചു? ഈ സെക്ടാവിനെ അംഗീകരിക്കുന്ന മനുഷ്യനും അംഗീകരിക്കാത്ത മനുഷ്യനും സെക്ടാവ് വെച്ചു. അങ്ങനെ സെക്ടാവ് ഇല്ല എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരത്തിലും അല്ലാഹു വെച്ചു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم. എന്നിട്ട് ആരാണ് ബുദ്ധിയുള്ളവർ, ചിന്തിക്കുന്നവർ? അല്ലാഹുവിനെ നിന്നും ഇരുന്നും കിടന്നും കൊണ്ട് ഓർക്കുന്നവരാണവർ. ويتفكرون في خلق السماوات والارض. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണവർ. എന്നിട്ട് ചിന്തിച്ച് പറയെത്തുന്ന പോയിന്റ്, അല്ലാഹുവേ, അവരിങ്ങനെ ആലോചിച്ച് അവസാനം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, ഇത്ര സിസ്റ്റമാറ്റിക് ആയി, ഇത്ര സെറ്റപ്പോട് കൂടെ നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. നിനക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ലോകം അവസാനിച്ച് മറ്റൊരു ജീവിതം വരാനുണ്ട്. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന ഒരു പ്രാർത്ഥനയിലാണ് അവർ എത്തിച്ചേരുക. ഇങ്ങനെ കണ്ണ് തുറന്ന് ആലോചിച്ചാൽ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ, അയാൾക്കൊരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞ്, നമുക്കറിയാം, നാം ജനിച്ചപ്പോൾ വായിൽ പല്ലില്ല. അന്ന് പല്ല് ആവശ്യമില്ല. എന്നാൽ ജനിച്ചപ്പോൾ പല്ലുള്ള കുറെ ജീവികളുണ്ട്. ഒരു ആട്ടിൻകുട്ടി ജനിക്കുമ്പോ പല്ലോടെയാണ് ജനിക്കുന്നത്. എന്തേ? മൂപ്പർ ഉടനെ തീറ്റ തുടങ്ങേണ്ടതുണ്ട്. ഉടനെ ആട്ടിൻകുട്ടി തീറ്റ തുടങ്ങണം. അപ്പൊ അതിന് പല്ലപ്പ തന്നെ ആവശ്യമാണ്, അല്ലേ? ജനിച്ചൊരു പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്നെ വല്ല തിന്നാനുള്ള ശ്രമം നടത്തും. ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചാ നോക്കൂ, ജനിക്കാൻ നേരം വിരിഞ്ഞിറങ്ങിയാൽ എന്ത് ചെയ്യാണ്? ആ കോഴിക്കുഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ മൂപ്പര് എന്ത് ചെയ്യാണ്? കൊത്തി നോക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളോ? അന്ന് നമുക്ക് പല്ലിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് പല്ലില്ല. പിന്നെങ്ങനെ ആവശ്യം തന്നു, അല്ലേ? അങ്ങനെ തന്നു. അതാണ് റബ്ബ് ഘട്ടം ഘട്ടമായി ആവശ്യമുള്ളത് ആ സമയത്ത് നൽകി വളർത്തുന്നവർ. ശരി, പ്രിയമുള്ളവരെ, ആ റബ്ബിനെ മാത്രമായിരിക്കണം നാം ആരാധിക്കേണ്ടത്. ആ സത്താവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. ഈ പ്രമേയത്തിലാണ് നമ്മുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുന്നത്. ഇനി അവനെ മാത്രമായിരിക്കണം ആരാധിക്കണം എന്ന് പറയുമ്പോൾ ആരാധനയുടെ എല്ലാ വശങ്ങളും അവനെ മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു ഭീകരവാദത്തിന്റെ വചനമല്ല, ഒരു തീവ്രവാദത്തിന്റെ വചനമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല എന്നാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്നല്ല അർത്ഥം. ലോകത്തിന്റെ സെക്ടാവാണ്. ഈ നാട്ടിലെ മതമുള്ളവനെയും ഇല്ലാത്തവനെയും, ഈ നാട്ടിലെ മരങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും പറവകളെയും എല്ലാം എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആകാശഭൂമികളുടെ സെക്ടാവ്, ആ സെക്ടാവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രമാണ് സെക്ടാവ്. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവാചകനായി വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരാണ് ആകാശം പടച്ചത് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് എന്ന്. ആരാണ് ഭൂമി പടച്ചത്, ആരാണ് അവരെ പടച്ചത് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് എന്ന്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ആകാശ ഭൂമികൾ പടച്ചത് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖഹും. ആരാണ് അവരെ പടച്ചത് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് എന്ന്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ. ആരാണ് ഈ ഭൂമിയിൽ മഴ വർഷിച്ചത് എന്ന് ചോദിച്ചാൽ
എന്നിട്ട് ഈ മഴ വർഷിച്ചിട്ട് ഈ ഭൂമി നിർജീവമായി വരണ്ടുണങ്ങിക്കിടക്കുന്ന പ്രദേശത്ത് മഴവെള്ളം തട്ടിയിട്ട് ആ ഭൂമിയെ സജീവമാക്കിയവൻ ആരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞിരുന്നു. എന്തേ? സൃഷ്ടാവ് അള്ളാഹുവാണ് അവർ അംഗീകരിച്ചു. പോരാ, ആ സൃഷ്ടാവിനെ അവർ ആരാധിച്ചിട്ടുണ്ട്. ആ സൃഷ്ടാവിനെ അവർ ആരാധിച്ചിട്ടുണ്ട്. കൃഷി കൊയ്തെടുത്താൽ, വിളവെടുത്താൽ ഒരു ഭാഗം അവർ പറയും ഹാദാ ലില്ലാഹ്, ഇത് അല്ലാഹ്ക്കാണ്. മക്കത്തെ മുശ്രിക്ക് അവരുടെ ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ ഉണ്ടാകും. അവർ പ്രാർത്ഥിക്കും അല്ലാഹുവോട്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വന്ന് അവർ മരിക്കാൻ പോവാണ്, കപ്പല് മുങ്ങാൻ പോവാണെന്ന് കാണുമ്പോ കാറ്റും കോളും വന്ന് അവർ മുങ്ങി മരിക്കാൻ പോവുകയാണെന്ന് കാണുമ്പോ അള്ളാഹുവിനോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ടും അവർ ഏകദൈവ വിശ്വാസികളായില്ല. എന്തേ? ആ കുടുക്ക് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട പിന്നെ അവർ എന്ത് ചെയ്യും? നേരെ പോയിട്ട് പിന്നെ ശിർക്ക് ചെയ്യും. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല അവർക്ക്. അത് അവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ ലോകത്തിന്റെ സഖാവായ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. നോക്കൂ, വായു നമുക്ക് ചുറ്റുമുണ്ട്. ഈ വായു ആരിവിടെ ഏർപ്പെടുത്തി? അത് നമ്മൾ ശ്വസിക്കുകയാണ്. നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോ വെറും ഓക്സിജൻ മാത്രമൊന്നല്ല കയറുന്നത്. ഒരു വലിയ വലിക്കുമ്പോഴേ വേറെ ഇവിടെ എന്തൊക്കെ മൂക്കിന് മുമ്പുള്ള എന്തൊക്കെ ഉണ്ട്, അവിടെ ഫിൽറ്റർ ഒന്നും ഇല്ലല്ലോ, ഒക്കെ ആണ് വലിക്കും. അതിന് കുറച്ച് ഓക്സിജൻ ഉള്ളൂ. അതിന് തന്നെ കുറച്ച് ഓക്സിജനെ നമുക്ക് മളപ്പെടുക്കുന്നുള്ളൂ. ബാക്കി കേടുതള്ളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെ അതുപോലെ വേറെ എന്തൊക്കെയാണ് പുറത്തേക്ക് പോകേണ്ട തട്ടിയിട്ട് കേടും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇത് ലോകത്തിന്റെ സെട്ടാവല്ലേ സംവിധാനിച്ച്, ഇങ്ങനെ സെട്ടാവന്നില്ല എന്ന് പറയണവരും ഈ സംഗതി നടത്തിക്കൊണ്ടിരിക്കുക. ആ റബ്ബിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. അവനാണ് ഏക ആരാധ്യൻ. ഇനി നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് അറിയുന്ന തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ പലരുടെ സ്ഥിതി എന്താണ്? ലാ ഇലാഹ എന്ന് പറയും. നമ്മുടെ നാട്ടിലൊരു ഉമ്മ, ആ ഉമ്മ തന്നെ കുട്ടീനെ തൊട്ടിലിങ്ങനെ ആട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ആട്ടിന്റെ ഇടയിൽ അടുത്തൊരു അലമാര് അല്ലെങ്കിൽ ഒരു മേശന്റെ കാലിലോ അല്ലെങ്കിൽ കട്ടിലിന്റെ കാലിലോ ചുമരിലോ ആ കുട്ടിന്റെ തല കയ്യോ കാലോ തട്ടി കുട്ടി തുള്ളി പഠിച്ചാട്ട് കരഞ്ഞു തീർച്ചു. ആ അമ്മാനെ വിളി ബദരീങ്ങളെ എന്റെ കുട്ടീന്നാണ്, അല്ലെ ഒമ്പുറത്തങ്ങളെ എന്റെ കുട്ടീന്നാണ്, അല്ലെ മുത്തുനബിയെ എന്റെ കുട്ടീന്നാണ്. ഈ മുത്തുനബി ഈ കുട്ടീന്റെ എന്താ ബന്ധം? എന്നാല് ഈ കുട്ടിക്ക് എന്തേ പരിക്കേറ്റാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാൻ കഴിയോ? ഇല്ല എന്ന് മാത്രല്ല, അത് സത്യത്തിൽ പ്രാർത്ഥന അല്ലേ? അവിടെ അള്ളാന്നല്ല, അള്ളാന്റെ കുട്ടീന്നല്ലേ ഈ ഉമ്മ പറണ്ടിന് അല്ലേ? അപ്പൊ ചിലര് പറയും അപ്പുറത്ത് ഈ പെണ്ണിന്റെ ഭർത്താവുണ്ട്, അതിനെ അയാളെ വിളിച്ചിട്ട് നോക്കി എന്റെ നമ്മളെ കുട്ടീന്നാണ്. അപ്പൊ അത് ശിർക്കായോന്നാണ്. ആ ശിർക്കല്ല, മരിച്ചുപോയ ഭർത്താവിനല്ല വിളിച്ചത്. ഉപ്പ അപ്പുറത്തെ റൂമിൽ അവിടെ ഉണ്ട് അല്ലേ? അവിടെ അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യകാരണ ബന്ധമുണ്ട്. ആ ബന്ധത്തിനുള്ളിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ട സംഗതി, ഈ വാപ്പാക്ക് കഴിയണ കുട്ടിന്റെ വാപ്പാക്ക് കഴിയണ സംഗതി വാപ്പ ചെയ്യാ അർത്ഥത്തിലാണ് വിളിച്ചത്. ബദരീങ്ങളെ വിളിക്കുമ്പോഴോ ബദരീങ്ങൾ ഇങ്ങനെ അവിടെ വാല് തുറന്നിങ്ങനെ വരിക. എന്താ പറ്റിയ കുട്ടിക്ക്? അത് ഡോക്ടറെ കൊണ്ടോളോ എന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കുവോ? ഇല്ല. അത് ഒരു ഗൈബിയായ നിലക്കുള്ള എന്തോ ഒരു സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് പ്രാർത്ഥന. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയില്ലേ? സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്തല്ലേ? അല്ലാഹ് നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു എന്നാണ്. നിന്നോട് മാത്രം സഹായം തേടുന്നു. നിസ്കരിക്കുമ്പോ പറയാ അല്ലാഹുവേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു. നിസ്കാരം കഴിഞ്ഞാലോ അപ്പോഴാണ് കാര്യം തൊട്ടിലാട്ടുന്നത്, ധാരാളം മുട്ടി. അതേ ഉമ്മ വിളിക്കണം ബദരീങ്ങളെ. നേരത്തെ പറഞ്ഞ പഠിച്ചവരെ നിന്നോട് മാത്രമേ സഹായം ചെയ്യിക്കുന്നു. ഇപ്പൊ പറഞ്ഞത് എന്ത് നിസ്കാരപ്പ, എന്ത് നിസ്കാരാണ്? അപ്പൊ അതൊന്നും നമ്മൾ ആലോചിക്കണം.
മുജാഹിദ് പ്രസ്ഥാനം വളരെ കാതലായി സമൂഹത്തോട് പറയുന്ന വിഷയതാണ്. അള്ളാഹിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് അള്ളാഹുവോട് അല്ലാതെ പ്രാർത്ഥിച്ചാൽ ശിർക്കാണെന്ന്. അത് ചെറിയ വിഷയമല്ല. വേറുള്ള തെറ്റുകളെ പോലല്ല ബഹുമാന്യ സഹോദരന്മാരെ സഹോദരിമാരെ. ശിർക്ക് വന്നാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر، الله أكبر. لا إله إلا الله. ഇൻഷാ അല്ലാഹ് ഒരു 7:50-55 ആകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാം. കുട്ടികളൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ. അപ്പോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം. ആരാധന സൃഷ്ടാവിന് മാത്രം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇത് നമ്മൾ ഈ സമൂഹത്തോട് ഏറ്റവും ഗൗരവത്തോടെ പറയണം. കാരണം പ്രാർത്ഥന അള്ളാഹുവോടല്ലാതെ നടത്തിയാൽ അത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ ആ മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹ് പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് ചെയ്ത് അങ്ങനെ മരിച്ചുപോയി എങ്കിൽ ആ മനുഷ്യന് അള്ളാഹു സ്വർഗം ഹറാമാക്കും. പിന്നെ അവന്റെ സങ്കേതം നരകമാണ്. അതുപോലെ ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും അയാൾക്ക് നഷ്ടപ്പെടും. ശിർക്കോടെ മരിച്ചുപോയാൽ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹീ നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലെ അങ്ങനെ പറഞ്ഞു. അത് അവിടുന്ന് ശിർക്ക് ചെയ്തിട്ടല്ല, ശിർക്കിന് ഇത്ര ഗൗരവമുണ്ട് എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മിൽ അതില്ല. നമ്മൾ ഉറപ്പുവരുത്തിയവരാണ്. നമ്മുടെ കുടുംബം അങ്ങനെ തുടങ്ങി ഏതൊക്കെ ആളുകളുണ്ടോ അവർക്ക് നമ്മൾ അതൊന്ന് ഉറപ്പാക്കി കൊടുക്കണം. അള്ളാഹുവോട് മാത്രം എന്ത് പ്രയാസം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ അള്ളാഹുവോട് മാത്രമായിരിക്കണം പറയേണ്ടത്. നമ്മൾ നോക്കൂ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ട്.
അദ്ദേഹം നാട് വിട്ട് പോകുന്നത് പല നാട്ടുകാരൊക്കെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് നന്നാകണില്ല, ആൾക്കാരൊന്നും സ്വീകരിക്കില്ല, അതിന് ദേഷ്യം പിടിച്ചാണ് പോയതാ. പോകാൻ പാടില്ലേ, പക്ഷെ അദ്ദേഹം പോയി. അങ്ങനെ കപ്പലിലാണ് പോണത്. കപ്പല് നിറയെ ആൾക്കാരുണ്ട്, ഓവർലോഡായി മുങ്ങാൻ പോവാണ്. ആരെങ്കിലും ഒരാള് അതിന് കടലിലേക്ക് ചാടിയാൽ എന്ത് ചെയ്യാ, ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാം. ആരപ്പോ ഞാൻ ചാടാന്ന് ആരും പറയില്ലല്ലോ, ഇജ്ജാടിക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അങ്ങോട്ട് പറയുന്നല്ലാതെ സ്വയം ചാടാൻ തയ്യാറായി. അപ്പൊ ഒരു നറുക്കിടലാണ് ഒരു രീതി, നറുക്കിട്ടു, അത് യൂണിസെഫിക്ക് കൊടുക്കുകയും ചെയ്ത്. ഇപ്പൊ രണ്ടാമത് അയച്ചാങ്കുഴിച്ചാണെന്ന് പറയാൻ പറ്റുമല്ലോ, ചാടുന്ന ചരിത്രം നമുക്കറിയാം. ചാടി വലിയ രാത്രിയാണ്, വലിയ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. അങ്ങനെ ഈ മത്സ്യത്തിന്റെ ഉള്ളാകുന്ന ഇരുട്ടിൽ, രാത്രിയുടെ ഇരുട്ടിൽ, കടലിന്റെ ആഴിയിലുള്ള ഇരുട്ടിൽ, ഈ 3 ഇരുട്ടുകൾ അദ്ദേഹം പെട്ടിട്ട് അവിടെ വെച്ച് അദ്ദേഹം വിളിക്കുകയാണ് പടച്ചോനെ, സട്ടാവിനെ, അല്ലാനെ. ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടമാണെങ്കിലും പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവോടായിരിക്കണം. അവനാണ് നമ്മുടെ പ്രശ്നങ്ങൾ നിറവേറ്റി തരാനുള്ളത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സർജറി ഉണ്ട് വിചാരിക്കും. അല്ലാഹു മാരക രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവർ വിചാരിക്കും, ഒരു കുറച്ച് വളരെ ഒരു മേജറായ കുറച്ച് വലിയ ഓപ്പറേഷൻ ഉണ്ട് വിചാരിക്കും. അപ്പൊ നമ്മൾ കുറെ പഠിച്ചു, പല ഡോക്ടർമാരെ മാറി കാണിച്ചു. അങ്ങനെ അവരൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സൗകര്യങ്ങളുള്ള, ആ രംഗത്ത് പരിചയമുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. നാളെ സർജറിയാണ് വിചാരിച്ചു. ഇന്ന് രാത്രി അവിടെ അഡ്മിറ്റ് ചെയ്തു, ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു, ഒക്കെ റെഡിയായി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു പക്ഷേ ദൈവവിശ്വാസികൾ പോലുമല്ലാത്ത ഡോക്ടേഴ്സ് പറയാണ്, ഞങ്ങളെ മാക്സിമം നോക്കാം, ഒരു 50-50 ചാൻസ് ആണ് കാണുന്നത്, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. ദൈവവിശ്വാസി പോലും അല്ലാത്ത ഡോക്ടർ പറയാൻ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പറയുന്നൊരു വർത്താനം, അത് ആരോടാ? അല്ലാഹ്. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ക്യാഷൊക്കെ തൽക്കാലം ഒപ്പിച്ചു, നല്ല ഡോക്ടറെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്, ആ സൗകര്യങ്ങളൊക്കെ ആശുപത്രിയിലാണ്. അല്ലാഹ്, ഞാൻ ചെയ്തിട്ടുണ്ട്, നീ അത് വിജയിപ്പിക്കണേ റബ്ബേ. ആ പറച്ചിൽ ആരോടാണ്? അത് നമ്മൾ എന്ത് വാക്ക് പറയാം, പ്രാർത്ഥനാന്നോ സഹായതേട്ടെന്നോ ഇസ്തിഗാസാന്നോ, അവിടെ മൊയ്തീൻ ശേഖ് എന്നാണോ പറയേണ്ടത്? അവിടെ ബദരീങ്ങളെ നാണോ പറയണ്ട? അല്ലല്ലോ, അള്ളാഹിനോടല്ലേ. അതാണ് പ്രിയമുള്ളവരെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആ രംഗത്ത് പലയിടത്ത് അപജയം ഉണ്ടായി അല്ലേ? ഖബറിന്റെ പേരിൽ എന്തെല്ലാം നാട്ടിൽ നടക്കുകയാണ്. ഇപ്പതാ പുതിയങ്ങാടി, അവിടെ നേർച്ച നടന്ന് ഒരു മനുഷ്യനെ ആന ചോയ്ക്ക് എറിഞ്ഞ് ഇപ്പോ ഇന്നലെ മനുഷ്യൻ മരിച്ചു. ഒന്നാലോചിച്ച് നോക്കിക്കള്, എവിടേത് കാട്ടിൽ, വയനാടോ മൈസൂരോ കാട്ടത്തെ കഥ അല്ല ഈ പറഞ്ഞത്. മുസ്ലിങ്ങളുടെ പേരിൽ നടക്കുന്ന അത്തരം ചില ആളുകൾ നടത്തുന്ന നേർച്ചന്റെ കഥ. നേർച്ച ഇസ്ലാമിൽ ഉണ്ടെന്ന നേർച്ച എന്നറിയോ? ഒരു പുണ്യകർമ്മം, ഒരു സുന്നത്തായ ഒരു കാര്യം നമ്മൾ സ്വയം തീരുമാനിക്കും, ഞാൻ നിർബന്ധമായി ചെയ്യും. അത് എന്തിനാ നേർച്ച? പരലോകത്ത് സ്വർഗം കിട്ടാനാ നേർച്ച, നരകത്തിൽ രക്ഷപ്പെടാനാ നേർച്ച ഉള്ളത്. അതാ നേർച്ച. അങ്ങനെ നേർച്ച എന്നാ വീട്ടും വേണം, അതാ നേർച്ച. അവിടെ ആന, അവിടെ സിംഹം, അവിടെ പുലി. എന്താണിത്? ഇസ്ലാമിന്റെ പേരിൽ അതൊക്കെ നടക്കുന്നത്. എന്നാൽ ഖബറില്ലേ, ഖബർ സിയാറത്തില്ലേ? ഉണ്ട്, ഖബർ സിയാറത്തുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഖബർ സിയാറത്ത് നടത്തുന്ന മനുഷ്യന് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ, അതേപോലെ മരണത്തെ കുറിച്ച് ബോധമുണ്ടാകാൻ, അതിന് സിയാറത്ത്. അതിന് നമ്മുടെ മഹല്ലത്തിലെ ഖബർസ്ഥാൻ ഉണ്ടാവുമല്ലോ, അവിടെ പോയാൽ മതി, അതിന് ഓർമ്മ ഉണ്ടാവും. അല്ലാഹുവേ, എന്നെ പോലെ നാട്ടിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഈ കിടക്കുന്നത്. ഖബർസ്ഥാനിൽ ചെന്നിട്ട് എന്നെ പോലെ നാട്ടിൽ ജീവിച്ച മനുഷ്യന്മാരായി കിടക്കുന്നത്. ഇന്നിപ്പോ ഒരു മണ്ണറക്കുട്ടിലാണ്. ഞാനും അതുപോലെ മരിക്കേണ്ടവനാണല്ലോ, എന്റെ ജീവിതം ഒന്നുകൂടെ നന്നാക്കാനുണ്ടല്ലോ എന്നൊരു തിരിച്ചറിവുണ്ടാകും.
അതാണ് സിയാറത്ത്. കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസുറുഹാ ഫഇന്നഹാ തുദക്കിറുകുൽ മൗത്ത്. ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് മുമ്പ് വിലക്കിയിരുന്നു, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും, ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും, സിയാറത്ത് ചെയ്തോളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുതിയങ്ങാടി യാഹൂദങ്ങളെ മഖബറയിലോ അതല്ലെങ്കിൽ ഇതുപോലുള്ള മഖബറ അത്ഭുതമാണ്. ഈ യാഹൂദങ്ങളെ ഖബറിങ്ങനാണ് ഇപ്പൊ ഈ ആന വരേണ്ട സംഭവം ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്തെങ്കിലും എന്ത് പ്രശ്നം വന്നാലും പറലാരോടാ? ഈ ജാതി ആൾക്കാരോടാ. ഒന്നും വേണ്ട, ഒരാൾ വയനാട്ടിൽ കൂടെ ഇങ്ങനെ പോവാ, മുത്തങ്ങ ഭാഗത്തൂടെ പോയാലിച്ചു, ഒരിക്കലും ഫാമിലി ട്രിപ്പ് അടിച്ച് കാറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടിയിലേക്ക് പോവാണ്, അതിലിങ്ങനെ ആന ഇങ്ങനെ പാഞ്ഞെടുക്കുകയാണ്. അപ്പൊ വിളിക്കും ചില ആൾക്കാർ, യാഹൂദങ്ങളെ. ഇതെവിടെ നടന്നത്? ആ യാഹൂദങ്ങൾ ഖബറിനകത്ത്. ഒന്ന് ആലോചിച്ചു, ഇതാണ് വിരോധാഭാസം. എന്നിട്ട് അവിടെ തേടുന്നത്, അവിടെ എല്ലാവരും രസം എന്ന് വെച്ചാല് അവിടെ 2 ജാറാത്ര ഇയാൾക്ക്. നമുക്കിത് പറയാൻ വല്ല നേരമില്ല. അവിടെ 2 ജാറാത്ര. അവ എന്താണ്? ഇയാൾ മരിച്ചപ്പോ ആൾക്കാർക്ക് തർക്കമുണ്ടായി, എവിടെ മറയണം. കാരണം എവിടെ ആയാലും വരുമാനം ഉണ്ടാക്കണ മാർഗമാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരാണ് അവിടെ ഉണ്ടാക്കാറ്, ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കാറ്. അങ്ങനെ തർക്കമായപ്പോ ഒരു സ്ഥലത്ത് മറയിട്. അപ്പൊ പുറത്തുള്ള ആൾക്കാർക്ക് ഉറക്കത്തിൽ ഇയാൾ വന്നാൽ പറഞ്ഞു, നിങ്ങൾ ജാറമ്പടി ഉണ്ടായിക്കോളി, ഞാൻ അമ്പടി കടന്നുകൊണ്ട് അവിടെയും കടന്നുകൊണ്ട്. അവങ്ങനെ പോയിട്ട് കുളിക്ക് പോയിക്കാണ്ട് അപ്പുറത്ത് പോകും. പിന്നെ പിറ്റേന്ന് കുളിക്ക് പോയിക്കൊണ്ട് അപ്പുറത്ത് പോകും. എന്താ കുട്ടികളെ കള്ളനും പോലീസും കഴിയും കണ്ടുകൊടുത്ത് 2 ജാറാക്കി. എവിടുത്തെ കഥയെ പറഞ്ഞാല് നമ്മളെ തിരൂരിന്റെ അടുത്തുള്ള പുതിയങ്ങാടിന്റെ കഥ. ഈ ആന വരണ്ടൊരാൾ മരിച്ചില്ലേ, അവിടുത്തെ കഥ. പ്രിയമുള്ളവർ, ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി ഇതാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. വേറെ കുറെ ആൾക്കാർ, ചില ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത്, CM വലിയാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഹൂ 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 അള്ളാന്ന് പറഞ്ഞ് പാട്ടടി നടക്കുകയാണ്. ആര്? ഹുവ 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 അല്ലാ. ആര്? പഠിച്ചോൻ. അതല്ല പഠിച്ചോൻ. പഠിച്ചോൻ സിട്ടാബ് ഖാലിഖ്. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ആരാധന സിട്ടാബിന് മാത്രമാണ്, അല്ലേ? സിട്ടാബ് മാത്രമാണ് ആരാധന. ഇവര് സിട്ടാബ് പറഞ്ഞാല് പഠിച്ചോനാണ്. ആരാ പഠിച്ചോൻ? CM. മൂപ്പർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? ഒരു ജനിച്ച ദിവസമല്ലേ? ആ മനുഷ്യൻ എങ്ങനെ ഈ ലോകം സൃഷ്ടിക്കണ്? ആ മനുഷ്യൻ എങ്ങനെ ഈ ലോകം നിയന്ത്രിക്കണ്? മൂപ്പരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ മരിച്ചോയാളല്ലേ? സ്വന്തം ബാക്കി പോട്ടെ, മൂപ്പരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളല്ലേ? ബാക്കിയുള്ളത് പോട്ടെ, നിനക്ക് ലോകം നിയന്ത്രിക്കണേ. ഇതൊന്നും ആലോചിക്കാനുള്ള തെളിച്ചായിട്ട് കിട്ടില്ല. നമ്മൾ ദുആ ചെയ്യാം മനുഷ്യന്മാർക്ക് വേണ്ടി. അപ്പോ ഏതായിരുന്നാലും ആ നിലയ്ക്ക് അതിശക്തമായ ഒരു വിശ്വാസം, ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടമാണെങ്കിലും ആ റബ്ബിലുള്ള വിശ്വാസം കൊണ്ട് മനസ്സ് സമാധാനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനസ്സ് പതറിപ്പോകണം. ഒരു പക്ഷേ രോഗം ഉണ്ടായി വിചാരിച്ചോളൂ, മറ്റെന്തെങ്കിലും പരീക്ഷണങ്ങൾ പ്രയാസം ഉണ്ടായി വിചാരിച്ചോളൂ, മനസ്സ് പതറരുത്. നമ്മൾ രോഗമായി കിടക്കാന്ന് വിചാരിച്ചോളൂ, ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ എന്തെങ്കിലും മാരകമായ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, ഇൻ കേസ് അങ്ങനെ ഉണ്ടായാൽ അവിടെ നമ്മുടെ മനസ്സ് പതറരുത്. ഒരു രോഗമായി പ്രയാസമായി കിടക്കുന്ന സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകൾക്ക് വാക്കുകളില്ലാതെ നമ്മുടെ അവസ്ഥ കണ്ട് അവരെങ്ങാനും തിരിഞ്ഞെന്ന് കണ്ണീര് തുടക്കണേ കണ്ടാൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം, നിങ്ങൾ വിഷമിക്കേണ്ട, റബ്ബിന്റെ തീരുമാനമല്ലേ, ഓരങ്ങോട്ട് ആശ്വസിപ്പിക്കണം. ആ ഒരു ഈമാനികമായ കരുത്തുണ്ടാക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നാം പരീക്ഷണങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. ആ പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെ സമയത്ത് ക്ഷമിച്ചാൽ അത് നമുക്ക് ഹൈറാകും. വേദന നമ്മൾ സഹിക്കുന്നു, ഡോക്ടറെ കാണിക്കുക, ട്രീറ്റ്മെന്റ് നടത്തുക, മാറാനുള്ള ദുന്യവിയായ കാര്യം നമ്മൾ ചെയ്യുക, അതിന്റെ അപ്പുറത്ത് ചെയ്യാനുള്ള കാര്യമുണ്ടല്ലോ, അത് അല്ലാഹുവോട് പറയാ. ക്ഷമിക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നീങ്ങുന്നില്ലേ, എന്തെങ്കിലും ഹൈറയിലുണ്ടാകും. നമ്മുടെ പാപങ്ങളെ പൊറുക്കാൻ അല്ലാഹു വെച്ചതാകാം, നമ്മുടെ ദോഷങ്ങളെ മായ്ക്കാൻ റബ്ബ് സംവിധാനിച്ചതാവാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ മാലിഹി. ഒരു വിശ്വാസിയായ മനുഷ്യനെ തന്റെ സമ്പത്തിൽ, തന്റെ ശരീരത്തിൽ, തന്റെ മക്കളിലൊക്കെ പരീക്ഷണമുണ്ടാകും. ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. ആ മനുഷ്യൻ ഒരു തെറ്റുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാവും. ക്ഷമിക്കണം.
അത് ക്ഷമിക്കാന്നുള്ള പറയാനും കേൾക്കാനും സുഖമാണ്. ജീവിതത്തിൽ വിഷമം പ്രയാസം ഉണ്ടാകുമ്പോ ഇത് നമുക്ക് ഓർമ്മ ഉണ്ടാകണം. നോക്കൂ, നമ്മള് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്ക് തിരിഞ്ഞാൽ മതി. നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ചെറിയ പ്രയാസം വിഷമം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കും, എന്താ പഠിച്ചോ എന്നോട് ഇങ്ങനെ, എന്നോട് ഇങ്ങനെ, അതിന് അണ്ടർലൈൻ ചെയ്യും, എന്നോട് എന്താ ഇങ്ങനെ, എന്താ നമ്മളാരാ, നമ്മളീ മേലല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് രോഗം ഉണ്ടായി, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായി, ഭാര്യക്കല്ലേ ഭർത്താവിന് രോഗം ഉണ്ടായി, ഉമ്മാക്കല്ലേ ഉപ്പാക്ക് രോഗം ഉണ്ടായി, വിചാരിച്ചോളൂ, എന്താ പഠിച്ചോ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാകൂലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ ചരിത്രം ഇങ്ങനെ പരിചയം നേരല്ല. അള്ളാന്റെ റസൂൽ സ്വന്തം പിതാവിനെ കണ്ടിട്ടില്ല. ജനിക്കുന്നതിന് 2 മാസം മുമ്പ് പിതാവ് മരിച്ചിട്ടുണ്ട്. ജനിക്കുമ്പോ യതീമായിട്ടാ ജനിച്ചത് റസൂലുള്ളാഹി സ്വല്ലം. നമ്മളെ കൂടുന്ന എത്രയോ മനുഷ്യന്മാർ വാപ്പാരെ കണ്ടോരല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും വാപ്പാനെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. ഇനി ജനിച്ചു 6ാമത്തെ വയസ്സിൽ, നമ്മളെ കുട്ടികളെ 1ാം ക്ലാസ് ചേർക്കുന്ന പ്രായം, ആ വയസ്സൊന്ന് ആലോചിച്ചു നോക്കും. ആ വയസ്സിൽ ഉമ്മ മരിച്ചു. ജനിക്കുന്നത് വാപ്പ മരിച്ച അവസ്ഥയിലാണ്. ജനിക്കുന്ന 2 മാസം മുമ്പ്. ഈ ജനിച്ച 6 മാസം കഴിഞ്ഞ് ഉമ്മ മരിക്കാണ്. 6 വയസ്സായപ്പോ ഉമ്മ മരിക്കാണ്. നമ്മളോ അങ്ങനെയുള്ള വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവും. എന്നാലും ഭൂരിഭാഗം ആളുകളും ആ ഉമ്മയുടെ കൂടെ കുറെ കാലം ജീവിക്കാൻ അവസരം കിട്ടിയവരല്ലേ, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നവരല്ലേ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്ക്. അങ്ങനെ പിന്നെ സംരക്ഷിക്കുന്ന വല്യാപ്പയാണ്. വല്യാപ്പ 2 കൊല്ലം കഴിഞ്ഞ് വല്യാപ്പ മരിച്ചു. 8 വയസ്സുള്ള കുട്ടി. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാ. എന്നിട്ട് നമ്മളൊരു പ്രശ്നം വരുമ്പോ എന്താ എന്നോട് ഇങ്ങനെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആലോചിച്ചോ, പഠിച്ചോനെ എന്ത് എന്നോട് ഇങ്ങനെ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം അല്ലെ 25ാമത്തെ വയസ്സിൽ വിവാഹിതനായി ആകുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ ഭാര്യ മരണപ്പെടുന്നു. ജീവിതത്തിൽ വലിയ താങ്ങും തണലുമായി ഉണ്ടായ ഖദീജ അള്ളാന്റെ വഫാത്തായി. ഇതിങ്ങനെ പരിശോധിച്ചാല്, മക്കളുടെ സ്ഥിതി പരിശോധിച്ചാല്, പ്രിയമുള്ളവരെ, ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിന് മരിച്ചു. പെൺകുട്ടികൾ ഒരു മോളെ വെച്ച് ബാക്കി എല്ലാവരും റസൂലുള്ളാഹിന്റെ മുമ്പിൽ മരണപ്പെട്ടു. അപ്പോഴൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചില്ല, പഠിച്ചോനെ ഞാൻ എന്റെ റസൂലായിട്ട് എന്തെന്നോട് ഇങ്ങനെ? നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന, ഞാന് ഈ തൗഹീദി രംഗത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ ശിർക്ക് ചെയ്യാത്ത ആളാണല്ലോ, എന്നിട്ട് എന്താ എന്നോട് ഇങ്ങനെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചാലോചിച്ചോ? സങ്കടം ഉണ്ടായിട്ടില്ലേ? വിഷമുണ്ടായിട്ടില്ലേ? ഉണ്ട്. നോക്ക് നിങ്ങള്, അവസാനിപ്പിക്കട്ടെ. ഇബ്രാഹിം എന്ന റസൂലുള്ളാഹിയുടെ കുഞ്ഞ്, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, മരിക്കാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ഇങ്ങനെ മടി വെച്ചിട്ടുണ്ട്. കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരികയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നാ ബിഫിറാഖിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം വന ഇബ്രാഹിം, നിന്റെ വേർപാട് ഞങ്ങൾ ദുഃഖിതരാണ്, സങ്കടത്തിലാ മോനെ. കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരെ മടിയിൽ ആ കുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ നിങ്ങള്, വഅൻത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളോ, നിങ്ങൾ കരയാണോ? ഇങ്ങനെ മരിക്കുന്നിടത്ത് നിങ്ങൾ കരയാണോ? അങ്ങനെ കരയാൻ പാടില്ല, ഓവറായി കരയാൻ പാടില്ല റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന് കുഴപ്പമില്ല. ഇത് റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് അല്ലാഹു തആല മനുഷ്യ മനസ്സിൽ അവന്റെ അടിമകളുടെ മനസ്സിൽ ഇട്ട് കൊടുത്ത റഹ്മത്താണ്. എന്നിട്ട് പറഞ്ഞു എന്തെന്നറിയോ? മനുഷ്യന്റെ കണ്ണ് കണ്ണീർ പൊഴിച്ചേക്കും. ശ്രദ്ധിക്കണേ, കണ്ണ് കണ്ണീർ പൊഴിച്ചേക്കും, അതുപോലെ ഖൽബ് ദുഃഖിച്ചേക്കും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ, കണ്ണിന്ന് കണ്ണീരിങ്ങനെ കുടുകുടാ വരുന്നുണ്ടാകാം, മനസ്സ് സങ്കടം കൊണ്ട് വേദനിക്കുന്നുണ്ടാകാം. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ, റബ്ബ് തൃപ്തിപ്പെടാത്തൊരു വാക്ക് നമ്മൾ പറയൂല. പ്രിയമുള്ളവരെ, ബഹുമാനരക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പോളിസിയും നിലപാടും ഇതായിരിക്കണം. സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവാം, മനസ്സ് വിഷമിച്ചേക്കാം, കരയേണ്ടി വന്നേക്കാം. പക്ഷെ അപ്പോഴും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തൂല, അല്ലാഹ് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറയൂല. ലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുനാ, റബ്ബ് തൃപ്തിപ്പെടാത്തൊരു വാക്ക് നമ്മൾ പറയൂല എന്നൊരു നിലപാട്, ആ ഒരു പോളിസി,
അതായിരിക്കണേ പ്രിയമുള്ളവരെ നാം എടുക്കേണ്ടത്. അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനുള്ളവരാണ് നാം. എപ്പ വിളിച്ചാലും മടങ്ങണം. ഒരു 2 ആഴ്ച മുമ്പ് എടത്തനാട്ടുകര ഭാഗത്ത് നമ്മുടെ സഹോദരൻ വിളിച്ചു പറഞ്ഞു. മറ്റൊരു വിവരം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു സഹോദരൻ, നമ്മുടെ ഒരു പ്രവർത്തകൻ അവിടെ മരണപ്പെട്ടു, ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. എങ്ങനെയെന്നറിയോ? അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് മക്കൾക്ക് എന്തോ എണ്ണക്കടി വേണം, ചായക്ക് കണ്ടല്ലോ പോകും, അങ്ങനെ വേണമെന്നൊരു ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അങ്ങാടിയിൽ ഒരു കടയിൽ പോയിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ആ വാങ്ങാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത് ആ കടയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു വാഹനം, അയാള് ഡ്രൈവർ ഉറങ്ങിയതൊന്നുമാണ്, റോങ് സൈഡിൽ വന്നിട്ട് ഇടിച്ചു, അയാൾ മരണപ്പെട്ടു. ഒന്നാലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇതാണ് നമ്മുടെ സ്ഥിതി, ഇതാണ് നമ്മുടെ ജീവിതം. കുറച്ചു മുമ്പ് കാവനൂര് ഭാഗത്ത് നമ്മുടെ സഹോദരൻ, അദ്ദേഹം കോഴിക്കോട്ടേക്ക് ഒരു ഒഴിവുള്ള ദിവസം ഫാമിലിയെ കൊണ്ട് കാറിൽ പോയതാണ്. ഒരു ഒഴിവുള്ള ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാം, എന്റർടൈൻ ചെയ്യാൻ നമുക്ക് പോയതാണ്. അങ്ങനെ പോയി അവിടെ വാഹനം നിർത്തി ഒരു കടയിൽ, ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അവരെ ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കാത്തുന്നത്. ആ സമയത്ത് അവിടെ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ആ ഹോട്ടലിലെ ജീവനക്കാരാണ് ആ മനുഷ്യനെ താങ്ങി പിടിച്ച് ആശുപത്രി കൊണ്ടുവച്ചപ്പോഴേക്കും മരണപ്പെട്ടു. ഇതാണ് നമ്മുടെ സ്ഥിതി എന്നുള്ളത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം, ഓർമ്മ ഉണ്ടാകണം. ഞങ്ങളുടെ നാടിനടുത്ത് ഏകദേശം 1.5 ആഴ്ചപ്പുറം മദ്രസയിൽ നിന്ന് ഒരു ടൂറ് പോയതാണ്. നമ്മുടെ മുജാഹിദ് മദ്രസ എന്നല്ലേ, ഏത് മദ്രസ ആയാലും ടൂറ് പോയതാണ്. അങ്ങനെ ടൂറ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ആ ബസ് ഇങ്ങനെ എന്തോ ഡ്രൈവർ ഉറങ്ങിയതാണ്, എന്തോ ഒരു കേസ് തന്നെയാണ്. അങ്ങനെ ഒരു പോസ്റ്റിന്റെ ചാരി പോയി ആ കുട്ടിയുടെ തല പോസ്റ്റ് ഇടിച്ച് മരണപ്പെട്ടു. 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവിടെ അതിച്ചൊക്കെ ടൂറൊക്കെ പോയി തിരിച്ചു വരുമ്പോ ഈ കുട്ടികൾക്ക് എന്തെല്ലാം അതിർപ്പം പറയാനുണ്ടാവും അല്ലെ? നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ കുട്ടി തിരിച്ചു വരികയാണ്, ഇതെല്ലാം അമ്മാനോടും വാപ്പാനോടും പറയാൻ മനസ്സിലിങ്ങനെ കുട്ടി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ വീട്ടിലേക്ക് എത്തിയില്ല. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ കയ്യിലല്ല, ലോകത്തിന്റെ സെട്ടാവിലാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഖൈർ ചോദിക്കുക എന്ന് മാത്രമല്ല, ആ ചോദിക്കുന്നതോടൊപ്പം അല്ല എപ്പോ തിരിച്ചു വിളിച്ചാലും പോകാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും യഥാർത്ഥ ഈമാനോടെ ഇസ്ലാമോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള കുറെ ആളുകളുണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ കാരണവന്മാർ, പലരുടെയും മാതാപിതാക്കൾ, സഹോദരന്മാർ, ഇണകൾ, മക്കൾ പലരുമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന പലരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മളിങ്ങനെ അല്ലാഹുവോട് പലതവണ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാകും. അർഹമുർ റഹീമീനായ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 25-ാം തീയതി വൈകുന്നേരം സിയാം കണ്ടത്ത് നടക്കുന്ന ചെറുകാവ് മണ്ഡലം സമ്മേളനത്തിൽ ഇതുപോലെ ഒരുമിച്ചുകൂടി ആരും ഒഴിവാകരുത്. ആണും പെണ്ണും എല്ലാവരും ഉണ്ടാകണം. പ്രത്യേകം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതിനുകൂടെ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു തആല ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.